D4 ഡാൻസ് എന്ന വലിയൊരു വേദിക്ക് ശേഷം ഞാൻ വേറൊരു റിയാലിറ്റി ഷോ പോയി വന്നതിന് ശേഷം എനിക്ക് ഭീഷ്മപർവ്വം കിട്ടി. അപ്പോൾ അതിലൂടെ പല പല ഓഡീഷൻസിലൂടെ പോയിട്ട് തന്നെയാണ് ഇപ്പോഴും ഓരോ സിനിമ ചെയ്യുന്നത്. ബേസിക്കലി ചേഞ്ച് കുറച്ച് നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ 2017-18 തൊട്ടേ ഡബ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ആളുകൾ അറിയാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു. ലൈഫ് അങ്ങനെ പോകുന്നുണ്ട്. നമുക്കും ഒരു ഫാമിലിയുടെ ഒരു ഫീലേ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് മൈൽ സ്റ്റോൺ മേക്കേഴ്സുമായിട്ട് എനിക്കും ഒരു 2-3 വർഷമായിട്ടുള്ള പരിചയമാണ്. ഇത് 10-100 വർഷം പഴക്കമുള്ളതാണ്. കാർന്നവന്മാരെ ഉപയോഗിച്ചിരുന്നതാണ്. അതിൽ ഞാൻ ക്ലാസ് ഇട്ടുന്നുള്ളൂ. ഒരാൾ എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാണുമ്പോഴും നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഇതിന് സാധിച്ചാൽ നമ്മൾ ഈഗോസ് ഉണ്ടാവില്ല. ലോകത്ത് ചിരിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ആ മനുഷ്യൻ ചിരിച്ചില്ലെങ്കിൽ എന്താ കാര്യം? വെളിച്ചപ്പാട് ഈ വാളെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്തിന് ഇങ്ങനെ ചെയ്യാൻ? റൈറ്റ് ആൻസർ. എല്ലാവർക്കും ഒരു വലിയൊരു കൈ. ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ എന്തെല്ലാം അകത്ത് പോയിട്ട് എല്ലാവരും കാണാമെന്നുള്ള ഒരുപാട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളൊക്കെ കണ്ടായിരുന്നു. അവരെ കുറച്ചേരം കണ്ടു. അവരിപ്പോൾ കണ്ടു. നല്ല കാറ്റ് വന്നു, മാങ്ങ വീഴും, തേങ്ങ വീഴും, അതൊക്കെ തിന്നും കളിച്ചല്ലോ വരുന്നത്. ഇപ്പം നമ്മളെ വളർത്തണ നമ്മളല്ല, പുറം കമ്പനികളാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. Asus LED Lights presents Milestone Entertainments Award 2025 co-sponsored by ഇഞ്ചി. ചേച്ചി, നമ്മുടെ ഇഞ്ചിയാണ് സ്പോൺസർ. സത്യം പറഞ്ഞാൽ പല ഗസ്റ്റുകൾ വന്നു പോയി. ഞാൻ ഇവിടെ അത്യാവശ്യം നല്ല ഇഞ്ചി ആയിട്ട് നിൽപ്പുണ്ട്. ഓക്കെ ചേച്ചി, എന്താണ് പുതിയ പരിപാടികൾ? പുതിയത് പാട്ടുകൾ, പുതിയ റിലീസായ സോങ്സ്, ധീരത്തിലെയും പിന്നെ ഇപ്പൊ പുതിയ രാജിന്റെ പുതിയ സോങ് ഇറങ്ങിയിരുന്നു. പിന്നെ നമ്മുടെ ബാൻഡിന്റെ പുതിയ പ്രോജക്റ്റുകൾ, അങ്ങനെ പോണു. ചേച്ചി, ഞാൻ കൂടുതലും യൂട്യൂബിലൂടെയും സിനിമകളിലൂടെയും ഒക്കെയാണ് ചേച്ചിയുടെ പാട്ടുകളൊക്കെ കേട്ടിട്ടുള്ളത്. നേരിട്ട് കേൾക്കണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. പറ്റുമെങ്കിൽ മാത്രം ഒരു 2 വരി ഞാൻ പറഞ്ഞോളൂ. എന്തോ എന്താ പാടുന്നുണ്ട്? ഇഷ്ടമുള്ള, ചേച്ചിക്ക് പാടാൻ ഇഷ്ടമുള്ള 2 പരിപാടി. പിന്നിപ്പം നമ്മുടെ നരിവേട്ടയിലെ പാട്ടിനാണല്ലോ അവാർഡുള്ളത്. അപ്പം കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. വാവ്, സൂപ്പർ, അടിപൊളി അടിപൊളി. നേരിട്ട് കേൾക്കാൻ പറ്റുന്നുള്ള എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടിയായിരുന്നു. റീസെൻ്റ് ആയിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു. അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അത് നേരിട്ട് കാണാൻ പറ്റിയത് വീണ്ടും പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇഞ്ചിയായിട്ട് കുറച്ചധികം സമയമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. എന്താണെങ്കിലും നമ്മുടെ സ്പോൺസർ ആയിട്ടുള്ള ഇഞ്ചി ഒരു ഡ്രിങ്ക് ആണ്. കേരളത്തിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. ചേച്ചിക്കും നിങ്ങൾ തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചേച്ചി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ചേച്ചിയുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ വളരെ നല്ല റിഫ്രഷ്മെന്റ് നൽകുന്ന ഒരു ഡ്രിങ്ക് ആണ്. അടിപൊളി. ശരിക്കും ഇഞ്ചി അപ്പൊ അടിപൊളിയായിട്ട് തന്നെ, ഒരു ഇഞ്ചി ഇല്ലാതെ അടിപൊളിയായിട്ട് മുന്നോട്ട്, അല്ല ഇഞ്ചി വേണം, ഇഞ്ചിയായിട്ട് തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിട്ട് അടിപൊളിയാക്കുക, കളറാക്കുക. താങ്ക് യു ചേച്ചി. താങ്ക് യു. നമസ്കാരം. ഇപ്പൊ അവസാനം ചെയ്ത പടം നമ്മുടെ സന്തന സഖി പാട്ടൊക്കെയുള്ള സാഹസം സിനിമ അതിവിജയമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഞങ്ങളെ ചെയ്യിക്കാനെ കൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിച്ചു. ഭയങ്കര അടിപൊളിയായിരുന്നു. എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവി എന്ന് തന്നെ ഇപ്പൊ പറയേണ്ടതായിട്ട് വരും. കാര്യം ആ ഒരു സീനില് നിങ്ങൾ മുറിവൊക്കെ ആയിട്ട് ലാസ്റ്റ് ബൈ പറഞ്ഞു പോകുന്നൊരു സീനൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ ഹാർട്ട് ബ്രേക്ക് ചെയ്യുന്നൊരു ബ്രേക്കപ്പിലൂടെ കടന്നു പോയിണ്ടാവും. അതുകൊണ്ടായിരിക്കും പല ആളുകളും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട, ജീവിതത്തിൽ ഇത്തരത്തിൽ എപ്പോഴെങ്കിലും ബ്രേക്കപ്പുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ അതിൽ വലിയ പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കടന്നു പോകാനായിരുന്നു ബുദ്ധിമുട്ട്. അതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ അതൊക്കെ മാറി. ഇപ്പോഴും ഒരുപാട് പ്രൊപ്പോസൽസ് വരുന്നുണ്ടാവും അല്ലേ? എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഇല്ലടാ, അതൊക്കെ വെറുതെ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് അവരൊന്ന് പറയുന്ന അല്ല. സീരിയസ്ലി നമ്മള് എന്താ പറയാ, നമ്മളൊരു പ്രൊഫഷനെ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇതുപോലുള്ള പ്രൊപ്പോസൽസോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മെസ്സേജ് ഒക്കെ ആയിരിക്കും. പക്ഷെ എന്റെ അടുത്ത് കൂടുതൽ ആളുകൾ വന്ന് ചോദിക്കുന്നത് ഡാൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ഡാൻസ് ചെയ്ത് എങ്ങനെ സിനിമയിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാനാണ്. അല്ലെങ്കിൽ ഒരു ഡാൻസിൽ ഡൗട്ടോ അല്ലെങ്കിൽ ആക്ടിങ്ങിൽ ഓഡീഷന് പോയ ഗുണമുണ്ടോ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് കുറെ DMs എനിക്ക് വരാറുണ്ട്. സോ മോർ ദാൻ പ്രൊപ്പോസൽ, അതിന് ഉപരി ഒരുപാട് ലൈഫിൽ ഗുണം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മെസ്സേജ് ആയിട്ട് വരാറുണ്ട്. അതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഡാൻസിലൂടെ നമ്മളെ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്തിട്ട്, സത്യം പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ D4 ഡാൻസ് കാണുമ്പോഴത്തേക്കിന് റംസാനെ പോലെ ഡാൻസ് കളിക്കണം ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ അതേ ലുക്ക് തന്നെ ഇപ്പോഴും ഉണ്ട്. ഭയങ്കര ചാമിങ് ആണ് ആൻഡ് ടാലന്റ് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും
താങ്കളെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ക്രഷ് ആണെന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ ഒരു ഡാൻസിൽ നിന്നും മൂവിയിലോട്ട് മാറിയേക്കുന്ന ആ ഒരു ജേണി അത് ഭയങ്കര ഒരു നമ്മളെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു എന്താ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയായിരുന്നു ഡാൻസിൽ നിന്നും പെട്ടെന്ന് മൂവിയിലോട്ട് മാറിയേക്കുന്ന ആ ഒരു? അല്ല, അത് തന്നെയാണ് ഈ ഓഡിയൻസിന് പെട്ടെന്ന് ഞാൻ മൂവിയിലേക്ക് സ്വിച്ച് ചെയ്ത ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ. പക്ഷേ പണ്ട് ഡാൻസ് ചെയ്യുമ്പോഴും പല പല ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുപ്പോഴും അത് ഔട്ടാവുമ്പോഴൊക്കെ മനസ്സിന്റെ ഉള്ളിൽ സിനിമ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് പണ്ട് ചെറുപ്പത്തിൽ സിനിമ ചെയ്തിട്ടുണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട്. പക്ഷെ അതിനുശേഷം ഞാൻ ഒരു ബ്രേക്ക് എടുത്തു. പിന്നെ കൃത്യമായിട്ടുള്ള അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. 1-2 ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ശ്രമങ്ങൾ സക്സസ് ആയില്ല. പിന്നെയും കാത്തിരുന്നു. D4 ഡാൻസ് എന്ന വലിയൊരു വേദിക്ക് ശേഷം ഞാൻ വേറൊരു റിയാലിറ്റി ഷോ പോയി വന്നതിന് ശേഷം എനിക്ക് ഭീഷ്മപർവ്വം കിട്ടി. സോ ഭീഷ്മപർവ്വം തിരിച്ച് എൻ്റെ സിനിമ എന്ന ആഗ്രഹം തിരിച്ച് എന്നെ ഓപ്പൺ ആക്കിയ ഒരു പടമാണ്. അപ്പോൾ അതിലൂടെ പല പല ഓഡിഷൻസിലൂടെ പോയിട്ട് തന്നെയാണ് ഇപ്പോഴും ഓരോ സിനിമ ചെയ്യുന്നത്. റൈഫിൾ ക്ലബ് ആയാലും ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയാലും അറ്റ് ദ എൻഡ് സാഹസമാണ് എന്നെ തേടി ഇങ്ങോട്ട് വന്നത്. പക്ഷേ അത് റൈഫിൾ ക്ലബ്ബും ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒക്കെ ചെയ്തതിന്റെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമായിരിക്കും അത് വന്നത്. സോ അറ്റ് ദ എൻഡ് ആഗ്രഹം ഒരുപാട് നാളായിട്ട് ഉള്ളിലുണ്ട്. പെട്ടെന്നുള്ള സ്വിച്ച് എന്നല്ല, റിസൾട്ട് ഇപ്പോഴാണ് ആളുകൾ കാണുന്നത്, അപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. റിസൾട്ട് ഉണ്ടായി. അതെ 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 തീർച്ചയായും. അതെ അതെ. അപ്പൊ എന്താണ് നമ്മുടെ അകത്തോട്ട് പോയിട്ട് നമ്മുടെ ബാക്കിയുള്ള ആങ്കേഴ്സ് ഒക്കെ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയോ പണികൾ വെച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ എനിക്ക് മടി. അതാണ് ഇങ്ങനെയുള്ള പണികൾ ഏറ്റെടുക്കാനും കാരണം ഫിസിക്കൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് ചമ്പൽ കുറച്ച് ഇൻട്രോട്ട് ആയി പോയത്. അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ്. എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് മൈൽ സ്റ്റോൺ വർക്കേഴ്സ് ഇത്ര നല്ലൊരു ഫംഗ്ഷൻ നടത്തുന്നു, വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ട് കൊടുക്കുന്നു. അത് കുറേ കാലമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് ഞാനും. സോ അതിന്റെ പേരിലാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് മൈൽ സ്റ്റോൺ വർക്കേഴ്സ് ഫോർ ദിസ് ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച്. അല്ല, അടുത്തൊരു ആങ്കർ വന്നപ്പോ ഈ ഒരു ആങ്കറിനും എന്തൊക്കെയോ ചെയ്തു തുടങ്ങിയാലോ? നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് പരിപാടി അങ്ങ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഗസ്റ്റ് നമ്മൾ ഒരുമിച്ച് വളരെ ചുരുക്കം സിറ്റുവേഷൻസിലായിരിക്കും എനിക്ക് ഇങ്ങനെ അവാർഡ് വാങ്ങാൻ ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ആങ്കർ ആയിട്ട് അവിടെ നിൽക്കലാണ് സ്ഥിരം വരുന്നത്. അപ്പം ഫീൽ സോ ഗുഡ് ആക്ച്വലി ഇവിടെ വരുന്നതില് ഭയങ്കര സന്തോഷം. എങ്ങനെയാണ് നമ്മള് ഷോസ് ഹോസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് പക്ഷെ പിന്നീട് മറ്റൊരാളെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ നമുക്ക് അവാർഡ് കിട്ടുന്നു, ആ രീതിയിലോട്ട് നമ്മൾ മാറി നമ്മുടെ ലൈഫിന് ഒരു ചേഞ്ച് ഉണ്ടായി. ഈ ചേഞ്ച് പണ്ട് 2005 കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇമാജിൻ കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോൾ ഞാൻ ചെറുതാണ്, എനിക്ക് ആ ഫീലിംഗ് മനസ്സിലായി. അതുകൊണ്ട് ഈ അവാർഡുകൾ കിട്ടുമ്പോൾ ഏറ്റവും വേറൊരു ഗുണം എനിക്ക് തോന്നിക്കുന്നത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ കൂടെ സഹകരിച്ച എല്ലാ ആൾക്കാരും ഇവിടെ ഇപ്പോൾ ഉണ്ട്. സീനിയർ മോസ്റ്റ് ആൾക്കാരാണെങ്കിലും എമേർജിങ് ആൾക്കാരാണെങ്കിലും. അപ്പോൾ അവരിൽ ഒരാളായിട്ട് ഈ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് എന്തൊരു അവാർഡ് കിട്ടുകയും അതിന്റെ ഭാഗമാകാൻ സാധിച്ചാൽ അതിലേറെ സന്തോഷം. ഞാൻ ചേച്ചിക്ക് വേണ്ടിട്ട് മാത്രം ഞാൻ ചേച്ചി വിളിച്ചോണ്ട് ഞാൻ പോകുന്നു. വൈബും സ്കിബിഡിയൊക്കെ പിടിച്ചിട്ട് പറഞ്ഞോ. എന്റെ അടുത്ത് മാത്രം ചോദിക്കാനുള്ള ക്വസ്റ്റ്യനോ? മാത്രം ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ കണ്ടപ്പോ തന്നെ ഇന്ന ആൾക്ക് തന്നെ ഞാൻ ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് വിചാരിച്ച മനസ്സിൽ ഞാൻ ഊട്ടി ഉറപ്പിച്ച ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് പറയാൻ മറ്റാർക്കും ഇവിടെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മുടെ വൈബ് അതേ വീട്ടിൽ പോകുന്ന ഒരാള് ഇവിടെ മറ്റാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾ കുറച്ച് ടഫ് ആയിരിക്കുമോ, പറയാൻ പറ്റുമോ, അങ്ങനെയുള്ള പേടി, ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും? കിട്ടി ബാക്കി പറയുന്നത്. അപ്പൊ ഇനി ഞാൻ നിന്ന് അധികം ഇഞ്ചി ആവുന്നില്ല, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. കൊക്ക് വെളുത്തിരിക്കുന്നത് എന്തുകൊണ്ട്? കൊക്ക് വെളുത്തിരിക്കുന്നത് എന്തുകൊണ്ട്? അതിന്റെ തൂല് വെള്ളയായിട്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് അതേപോലത്തെ ആൻസർ ആണ്. കൊക്ക് വെള്ളയായതുകൊണ്ട് തന്നെ. ഇനി കുറച്ചുകൂടെ ഉത്തരം പറയണമെങ്കിൽ ദൈവം അതിനെ സൃഷ്ടിച്ചത് വൈറ്റ് കളറിലായതുകൊണ്ട്, അത് പറഞ്ഞപ്പോഴാ അത് വൈറ്റ് കളർ ആയതുകൊണ്ട് ഇന്നലെ രാത്രി ഒരു കൊക്ക് പറന്നു പോകുന്നത് ഭയങ്കര നൈറ്റ് വ്യൂവിൽ കാണാനും ഭയങ്കര രസമുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഒരു കൊക്ക് വെള്ള കളർ സാധനം പറന്നു പോയപ്പോ എൻ്റെ അടുത്ത് രോഹിത പറഞ്ഞ അത് കൊക്കാണാ പോകുന്നതെന്നുള്ളത്. അത് കറുപ്പായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ കാണാൻ പറ്റില്ലായിരുന്നു. നമ്മൾ പാടത്ത് മാത്രം കണ്ടിട്ടുള്ളൊരു സാധനമാണ് ഈ കൊക്കെന്ന് പറയുന്നത്. പറഞ്ഞ് ഞാൻ അധികം കണ്ടിട്ടില്ല, ഇത് ട്രോളിലുള്ള സാധനമായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, അത് വെളുത്തിരിക്കുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ ദൈവം സൃഷ്ടിച്ചപ്പോഴേ അത് വെള്ളയായതുകൊണ്ടാണ്, അതിന്റെ തൂല് വെള്ളയായതുകൊണ്ടാണ് അത് വെള്ളയായിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനുള്ള ഗിഫ്റ്റ്, നമ്മുടെ ഗിഫ്റ്റ് എന്തായാലും തീർച്ചയായും. ആൻസർ എന്തായിരുന്നു? ആൻസർ ഞാൻ വിചാരിച്ചു നമുക്ക് അത്രയും ആധികാരികമായിട്ടുള്ള ആൻസർ ആയിരുന്നില്ല. കൊക്ക് വെളുത്തിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് വെള്ളമായതുകൊണ്ടാണ് ഇത് വെളുത്തിരിക്കുന്നുള്ളതായിരുന്നു നമ്മുടെ ആൻസർ. ഈ ചോദ്യം ഒരു ജീനിയസ് ആയി എന്നോടല്ലേ ചോദിച്ചത്? അതെ, അത് മനസ്സിലാക്കണം ആ നിലവാരം. എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ അത് ചോദിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള മറ്റൊരു ചോദ്യം ഞാൻ എന്താണെന്ന് ചോദിക്കാം. ഇനി ആൾക്കാർ വരുന്നുണ്ട്, അവരോടൊക്കെ അടിപൊളിയായിട്ട് കിട്ടും. ചോദിക്കാം. വെളിച്ചപ്പാട് ഇനി ചോദ്യങ്ങളുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞാൽ അവാർഡ് കിട്ടുള്ളൂ. ഒറ്റ ചോദ്യങ്ങളുള്ളൂ. വെളിച്ചപ്പാട് ഈ വാളെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? കൈയുണ്ട്. അല്ല, അതല്ല നമുക്ക്. പിന്നെ എനിക്ക് ആചാരപ്രകാരം ഉള്ളത് അറിയില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ആധികാരികമൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ വെളിച്ചപ്പാട് വാളെടുക്കുന്നത് എന്തിന് ഇങ്ങനെ ചെയ്യാൻ. അതെ, റൈറ്റ് ആൻസർ. എല്ലാവർക്കും ഒരു വലിയൊരു കൈ. അതെ, കറക്റ്റ് ആൻസർ. എന്താണെങ്കിലും നമ്മുടെ ഇത്ര നേരം നിന്ന്
വാ സൂര്യ കറക്റ്റാ വാ. നമ്മുടെ സ്പോൺസർ ആയിട്ടുള്ള ഈശ്വര ഇവിടെ മൊത്തം ആങ്കേഴ്സിനെ ആർട്ടിസ്റ്റിനെ കൊണ്ട് നിറഞ്ഞല്ലോ. നമ്മുടെ സ്പോൺസർ ആയിട്ടുള്ള ഇഞ്ചിയുടെ ഒരു ഡ്രിങ്ക് ഉണ്ട്, റിഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആണ്. കേരളത്തിലെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. അപ്പം ഇത് നമ്മളെ ഒരുപാട് റിഫ്രഷ് ആക്കുന്ന ഒരു ഡ്രിങ്ക് ആണ്. അപ്പൊ അതിനകത്തോട്ട് പോയിട്ട് ഇതിലും അടിപൊളിയായിട്ട് റിഫ്രഷ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത്. വെരി ട്രൂ. അത് മാത്രമല്ല ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഇഞ്ചി അകത്ത് എന്താണ് അകത്തൊക്കെ നടക്കുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അല്ല, ഞാനിപ്പോ അവാർഡ് മേടിച്ചിട്ട് വന്നു. അപ്പം അകത്ത് കേറിയിട്ട് വന്ന ഒരാളാണ്. അപ്പൊ കേറാത്ത ഒരാളെ പോലെ അഭിനയിച്ച് ഞാൻ ഇവിടെ സംസാരിച്ചപ്പോ ഞാൻ ഇവിടെ അത് നടക്കൂല. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ വരുമ്പോ വേറൊരു ഇന്റർവ്യൂ നടക്കായിരുന്നു. അപ്പൊ എന്റെ ഫസ്റ്റ് അനൗൺസ് ചെയ്തു. അപ്പൊ അത് മേടിച്ചിട്ട് തിരിച്ചു വന്നത്. അല്ല, ഇവിടെ എല്ലാം കൂടെ ക്ലാഷ് ആയി പോയി. ഞാനിങ്ങനെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എല്ലാം കൂടെ മാനേജ് ചെയ്യുന്നതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട്. ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു. നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല കോസ്റ്റ്യൂം. ഹലോ, എനിക്ക് പറഞ്ഞപ്പം ആദ്യം പറയാനുള്ളത്, എനിക്കിതിനാ ചേട്ടൻ്റെ കോസ്റ്റ്യൂമിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു കണ്ണാടിയാണ്. ഇതൊരു വെറൈറ്റി രീതിയിൽ ഇരിക്കുന്ന ഒരു കണ്ണാടിയാണ്. ഇത് 100 വർഷം പഴക്കമുള്ളതാ. കാരണം ഉമ്മര ഉപയോഗിച്ചിരുന്നതാണ്. അതിൽ ഞാൻ ഗ്ലാസ് ഇട്ടുന്നുള്ളൂ. വെള്ളെഴുത്തിനൊക്കെ ഉപയോഗിക്കൂലേ, ഗാന്ധി കണ്ണട എന്നൊക്കെ പറയൂലേ, അപ്പൊ അതാണ് ഭയങ്കര ഒരു വെറൈറ്റി ലുക്ക് ആയിട്ടുണ്ട് ഇതിന്. വെറൈറ്റി ഒന്നുമല്ല, പഴഞ്ചനാണ്. പഴയ ജനറേഷനെ പ്രതികരിച്ചാണ്. അല്ല, ഇപ്പൊ പഴയ കാര്യങ്ങൾക്ക് എന്താ, അതായത് പഴയ കുപ്പിയിൽ വീഞ്ഞാക്കിയിട്ട് അങ്ങനെ ഒരു ഡയലോഗ്. അങ്ങനെയല്ല, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് അറിയില്ല. അത് തന്നെ, അതാണ് സംഭവം. ഓ, വീഞ്ഞ് കണ്ടിട്ടേ ഇല്ലല്ലേ മോൻ? കണ്ടു കഴിഞ്ഞാൽ അറിയാലോ. അല്ല, അങ്ങനെയല്ല, നമ്മൾ പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അങ്ങനെയല്ലല്ലോ. അല്ല, അപ്പൊ ചേട്ടാ എന്താണ് ഇനി പുതിയ പരിപാടി കാര്യങ്ങളൊക്കെ? അങ്ങനെയൊന്നുമല്ല മോനെ, ഫ്രണ്ടിൽ കാണുന്നത് നമ്മൾ ചെയ്തുകൊണ്ട് അങ്ങ് പോകും. കാരണം ഒരാളെ ഉപദ്രവിക്കാണ്ടും ഒരാളെ വേദനിപ്പിക്കാതെയും ചിരിച്ചും ചിരിപ്പിച്ചും മുന്നോട്ട് പോവുക. അപ്പൊ ചിരിക്കാനും ചിരിപ്പിക്കാനുള്ള അവാർഡാണല്ലോ കിട്ടിയത്, മാസ്റ്റർ ഓഫ് ലാഫ്റ്റർ എന്നുള്ളത്. ഞാനാണ് ഏറ്റവും കൂടുതൽ ചിരിക്കാറുള്ളത്. മറ്റു തമാശകൾ കേട്ടാലും എന്റെ തമാശക്കൊക്കെ ഞാൻ തന്നെ ചിരിക്കുന്നത്. അപ്പോഴാണ് നമുക്കൊന്ന് ഫ്രീ ആവാൻ പറ്റുന്നത്. അത് നമ്മുടെ തമാശക്ക് നമ്മൾക്ക് ചിരിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹം. അല്ല, ആരുടെ തമാശ കണ്ടാലും ഞാൻ ചിരിക്കാറുണ്ട്. കാരണം ആയുസ് വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മൾ ഈഗോസ് ഉണ്ടാവില്ല. ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴും ഒരാൾ എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാണുമ്പോഴും നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഇതിന് സാധിച്ചാൽ നമ്മൾ ഈഗോസ് ഉണ്ടാവില്ല, കുശുമ്പ് കുഞ്ഞാമയൊന്നും ഉണ്ടാവില്ല. അപ്പം ചിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് ചിരിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ആ മനുഷ്യൻ ചിരിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അതെ. അല്ലെങ്കിൽ നമ്മുടെ അകത്ത് നമ്മുടെ കുടുംബത്തിന്റെ ഒരു അവാർഡ് നൈറ്റ് ആണ്. ഈ ഒരു അവാർഡ് നൈറ്റിൽ താങ്കൾക്ക് ട്രോഫി കിട്ടി. അപ്പൊ ചേട്ടന് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നമ്മുടെ കുടുംബത്തോടൊപ്പം ഉള്ള? അല്ല, ഇത് ഭയങ്കര ഗ്രാൻഡിയർ ആയിട്ടുള്ള അവാർഡാണ്. ഇവിടെ വന്നപ്പോഴാണ് ഓഡിയൻസ് പോളിൽ കൂടി എടുത്താണെന്ന് അറിയുന്നത്. പിന്നെ ഇവിടെ ഉള്ളവർക്ക് അറിയാനും നമ്മൾ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല അവാർഡ് കിട്ടണമെന്ന്. അപ്പോൾ എന്തായാലും ഒരു ബുദ്ധിയുള്ള ജൂറിയും ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കുമല്ലോ വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ സന്തോഷമുണ്ട്. നമ്മൾ അവരിൽ പുതിയ പിള്ളേരുടെ ഇടയിൽ നമ്മൾ അറിയപ്പെടുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇപ്പം ചേട്ടൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്ന മൂവിയിൽ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഇതെനിക്ക് ചെയ്താൽ കൊള്ളാമായിരുന്നു തോന്നി, അങ്ങനെ എന്തെങ്കിലും, എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഏറ്റവും കമ്മി പറയും, വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനിയും ചേട്ടൻ ഇനിയും മുന്നോട്ടുള്ള ഭാവിയിൽ എപ്പോഴെങ്കിലും ഡയറക്ഷൻ, എഴുത്ത്, അങ്ങനെ എന്തെങ്കിലും? എഴുത്ത് കിടക്കുന്നുണ്ട്, അത് വെളിച്ചം കാണട്ടെ. നിങ്ങളുടെ ലോകം പ്രകാശപൂരിതമാക്കാൻ ഇനി അസാസ് LED ലൈറ്റ്സ്. വീട്ടിലേക്കും ഓഫീസിലേക്കും ഇനി ദ കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻ. അസാസ് എന്നാൽ ക്വാളിറ്റിയാണ്. അപ്പൊ ഇനി മറക്കണ്ട, അസാസിലേക്ക് പോവാം. പ്രോഗ്രാം വളരെ ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ഒരു സിമ്പിൾ ആയിട്ട് ഫീലും ചെയ്തു, പക്ഷെ അതേ സമയത്ത് എന്റർടൈനിങ്ങുമാണ്. ആൻഡ് ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ വരുന്നതും. സോ ആൻഡ് ഇറ്റ് വാസ് പ്ലസന്റ് സർപ്രൈസസ് ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. സോ എനിക്ക് പരിചയമുള്ളവരെ കാണാനും പരിചയമില്ലാത്തവരെ പരിചയപ്പെടാനുമുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് താങ്ക് യു ഫോർ ദി അവാർഡ്. ആക്ച്വലി ഒരു ഇവന്റ് ചെയ്തിരിക്കുന്നത് ലിസ്വാൻ എ യുണീക് സിഗ്നേച്ചർ ആണ്. അപ്പൊ ആ ഒരു സിഗ്നേച്ചർ അവർ ഇവിടെ പതിപ്പിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. അപ്പൊ അത്രത്തോളം മനോഹരമായി ഡെഫിനറ്റ്ലി പ്രോഗ്രാംസ് മുഴുവൻ എൻജോയ് ചെയ്തു മാം? എൻജോയ് ചെയ്തു, അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് വാസ് വെരി ഇൻറ്ററാക്റ്റീവ്. അതുകൊണ്ട് ആൾക്കാർക്ക് അത് ഇരുന്ന് കാണാനുള്ള ഒരു രസം ഉണ്ടായിരുന്നു. നമുക്കും ഒരു ഫാമിലിയുടെ ഒരു ഫീലേ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് മൈൽ സ്റ്റോൺ മേക്കേഴ്സുമായിട്ട് എനിക്കും ഒരു 2-3 വർഷമായിട്ടുള്ള പരിചയമാണ്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇറ്റ് വാസ് റിയലി വെരി പ്ലസന്റ് ഒരു ഇവന്റ് ആയിരുന്നു. നമസ്കാരം രേഷ്മ സെബാസ്റ്റ്യൻ. അകത്ത് എന്താണ് നടക്കാൻ പോകുന്നുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? No idea. They invited me, so happy to be part of this. അല്ലാതെ no clue. ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു അവാർഡ് നൈറ്റില്? അല്ല, അമൃതയുടെ ഒരു ഫ്ലവേഴ്സിന്റെ, സോറി അത് കട്ട് ചെയ്തേക്കാം. ഓക്കെ, ഫ്ലവേഴ്സിന്റെ ഒരെണ്ണം, but it's been years back.
പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറെ നാളുകൂടെ ഇപ്പൊ വീണ്ടും ഞങ്ങളുടെ കുടുംബത്തിലോട്ട് എത്തിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും ഒരുപാട് ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. കണ്ടന്റ് ക്രിയേഷൻ അതിന്റെ കൂടെ നടക്കുന്നു. അതിന്റെ കൂടെ നടക്കുന്നു. ഇതിലോട്ട് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഇറ്റ് ഹാപ്പൻ സംഭവം. ഐ എം എ വെരി ആക്സിഡന്റൽ പേഴ്സൺ ദിസ് ഫീൽഡ്. ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ആൻഡ് ഐ എം ആക്ച്വലി എ മോഡൽ. അപ്പം എന്താ പറയുക, ഐ ലവ് എനിത്തിങ് ക്രിയേറ്റീവ്. സോ ഐ തിങ്ക് ഐ എം ഡൂയിങ് വാട്ട് ഐ എം ലവിങ് നൗ. ടിക്ടോക്ക് ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം only Instagram. only Instagram. Instagram, ഓക്കെ. ഇനി മൂവീസിലൊക്കെ അഭിനയിക്കണം. If it happens, it happens. Nothing is planned, അല്ലേ? അകത്ത് എന്ത് അവാർഡായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവാർഡ് കിട്ടണം തന്നെ ഉണ്ടോ? ജസ്റ്റ് ഗോ അറ്റൻഡ് എവറിത്തിങ് ആൻഡ് ദെൻ ഗോ ബാക്ക്. അകത്ത് എന്താണ് നടക്കുന്നത് വല്ല പിടുത്തമുണ്ടോ? ഒരു ഐഡിയ ഇല്ല. ഭയങ്കര അടിപൊളിയായിട്ട് കളറായിട്ട് പൊക്കോണ്ട് നിൽക്കുകയാണ്. സോ എക്സൈറ്റഡ്. നോക്കാം. ഓക്കെ ചേച്ചി, ഇപ്പം ഒരു വലിയൊരു ഗായിക എന്ന നിലയിൽ ഒരു ഡബിങ് ആർട്ടിസ്റ്റിലോട്ട് മാറുന്നു. ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചേച്ചി നടക്കുന്നത്? അതിലൊക്കെ എന്നെ പറ്റിയിട്ട് എന്താണ് ചേച്ചിയുടെ ലൈഫിൽ ഈ ഒരു വലിയൊരു ചേഞ്ച് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ചേച്ചി സ്വയം വിലയിരുത്തുന്നത്? ബേസിക്കലി ചേഞ്ച് കുറച്ച് നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ 2017-18 തൊട്ടേ ഡബ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ആളുകൾ അറിയാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കങ്ങനെ കാര്യമായിട്ടൊരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ലൈഫ് അങ്ങനെ പോകുന്നുണ്ട്. ഐ എം ഗോയിങ് അലോങ്. അല്ല, ഞാൻ ഗായികയിൽ നിന്ന് പിന്നീടുള്ള ഇപ്പൊ ആൾക്കാരെ ശ്രദ്ധിച്ച് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചോദിച്ചത്. ഓക്കെ, നമ്മള് ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്ത ഈ അടുത്തുള്ള ഒരു വൻ വിജയമായി തീർന്നേക്കും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ ഭയങ്കര അഭിമാനമായിരിക്കുന്ന സിനിമയാണ് ലോക ചാപ്റ്റർ 1. അതില് കല്യാണി പ്രിയദർശന് ശബ്ദം കൊടുത്തിരിക്കുന്നത് ശേഷിയാണ്. അപ്പൊ കല്യാണി പ്രിയദർശന്റെ ആ ഒരു ശബ്ദം, അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ ഹീറോയുടെ തൊട്ട് പിന്നിലുണ്ടായിരുന്ന ആ ഒരു ശബ്ദം, ക്യാമറയ്ക്ക് പിന്നിലുണ്ടായിരുന്ന ആ ഒരു ശബ്ദമാണ് ഇന്ന് ഞങ്ങളുടെ ഉള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. മുമ്പ് കാന്താര സിനിമയിൽ ഡബ് ചെയ്തിരുന്ന ആ ചേട്ടനെ കുറിച്ച് ഞങ്ങൾ ഋഷഭ് ഷെട്ടിനെ വീണ്ടും ഇവിടേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ആ ലോക സിനിമയിലെ ആ ഒരു സൂപ്പർ ഹീറോനെ ഒന്ന് കേട്ടാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു സിനിമയിലെ 1-2 ഡയലോഗ്. മിത്ത്, ഐതിഹ്യം എന്നിങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കുള്ളതാണെന്നറിയാം. എൻ്റെ വോയിസ് ആക്ച്വലി അത്ര സുഖമുള്ളൊരു സോണിലല്ല ഉള്ളത്. ഐ എം സോ ഹാപ്പി. എനിവേസ്, ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഇങ്ങനെ ഒരു ഡബിങ്ങിന് ഒരു അവാർഡ് കിട്ടിയതിനും എന്താ പറയുക, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഒരു ദാസ പറയുന്ന മാതിരത്തെ ഒരു അവസ്ഥയാണ്. എനിവേസ്, ഐ എം ഹാപ്പി. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്താണ് പുതിയ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ? ഇനി ഇറങ്ങാനുള്ള മൂവീസ് ഡോസ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. ഡെബ്യൂ ഡയറക്ടറാണ്. പിന്നെ VKPയുടെ മൂവിയുണ്ട്. ഞാനും ഷൈൻ ടോമും കൂടി അഭിനയിക്കുന്ന മൂവിയാണ്. പിന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന റഹ്മാൻ ബ്രദേഴ്സിൻ്റെ ഒരു മൂവിയുണ്ട്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് റിലീസസ്. അകത്ത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ആരൊക്കെ അകത്തുണ്ടാകും? അല്ലെങ്കിൽ പരിചയമുള്ള എത്ര പേര് അകത്തുണ്ടാവും എന്നൊക്കെയുള്ള എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. നിങ്ങളുടെ ആദ്യത്തെ അവാർഡല്ലേ? അല്ലല്ല, നമ്മൾ ഇതിനു മുമ്പ് എത്ര എനിക്കറിയില്ല. എനിക്ക് ആദ്യമായിട്ടാണ് വിളി വരുന്നത്. അല്ല, ഇതിനു മുമ്പ് നമ്മൾ അവാർഡ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനെ ഈ ഒരു അവസരത്തിൽ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ സാധിച്ചു, ചേട്ടൻ ഇവിടെ എത്തിയെന്നുള്ളത് ഞങ്ങളുടെ ഭയങ്കര ഒരു സന്തോഷമാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷമാണ്. എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനകത്ത് ഒരു ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ ഒരു അന്വേഷകനൊപ്പം അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്യാരക്ടറാണ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു അന്വേഷകന്റെ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് അകത്ത് ആരൊക്കെ ഉണ്ടാവും, എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും? ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ എന്തെല്ലാം അകത്ത് പോയിട്ട് എല്ലാവരും കാണാമെന്നുള്ള ഒരുപാട് ഫേസ്ബുക്ക് അല്ല ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളൊക്കെ കണ്ടായിരുന്നു. അവരെ കുറച്ചൊക്കെ കണ്ടു. അവരിപ്പോൾ കണ്ടു. ഷായിച്ചേട്ടനൊക്കെ ഇപ്പോൾ കണ്ടു. അങ്ങനെ അവരൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. എന്താണെങ്കിലും അടിപൊളിയായിട്ട് പോവാ, അകത്തും അടിപൊളിയാവുക. താങ്ക് യു ചേട്ടാ. ഓക്കെ, താങ്ക് യു. നമസ്കാരം ദീപക് സാർ. നമസ്കാരം. അകത്ത് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയുണ്ടായി? പ്രോഗ്രാംസ് ഗ്രാൻഡ്. ലെറ്റ്സ് ആൻഡ് എ യൂണിക് സിഗ്നേച്ചർ ആണ് ആക്ച്വലി ഒരു ഇവന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇവന്റ് അവരെ എത്രത്തോളം നന്നാക്കി എന്നുള്ളത് അങ്ങയിൽ നിന്ന് അറിയണമെന്ന്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ഒരു ആഗ്രഹം. വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു അവാർഡ് ഫംഗ്ഷൻ ആണെങ്കിൽ കൂടെ അത് വളരെ ഒരു പെർട്ടിക്കുലർ ഇന്റിമസി എനിക്ക് തോന്നി. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സംഗീതങ്ങൾ കൊണ്ട് മാന്ത്രികത തീർക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം നിൽക്കാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം, അഭിമാനം എനിക്ക് തോന്നുന്നു. താങ്ക് യു സാർ. എന്താണ് ഇനി പുതിയ വർക്ക് കാര്യങ്ങളൊക്കെ? പുതിയ വർക്ക് ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്കിലാണ്. വേറെ ഒന്നുമല്ല, എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. ആ സർജറി ഇപ്പോൾ കുറച്ച് നാളായി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഗെറ്റിംഗ് ബാക്ക് നോർമൽ. അത് കഴിഞ്ഞാൽ ഇറങ്ങുന്നതായിരിക്കും. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാറിന് ബെറ്റർ ആയിട്ട് വരട്ടെ. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. എന്താണ് പുതിയ പരിപാടികൾ? പുതിയ പരിപാടി ഇപ്പോൾ ഡിസംബർ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് ഞാൻ പടം ഡയറക്റ്റ് ചെയ്യുമോ.
അപ്പൊ അതിന്റെ ഡയറക്ഷനിലോട്ട് കിടക്കാനല്ലേ? ഡയറക്ഷനാണ്. അപ്പൊ അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ ലാസ്റ്റോടുകൂടി പടം സ്റ്റാർട്ട് ചെയ്യും. പ്രൊഡക്ഷൻ പുതിയതായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ ഡയറക്ഷനിലോട്ട് കിടക്കുക എന്ന് പറയുന്നത്. അതെ. അപ്പൊ ഇത്രയും നാൾ അഭിനയത്തിലൂടെ ഒക്കെ നല്ല രീതിയിൽ ഞങ്ങളെ ഒരുപാട് എന്റർടൈൻ ചെയ്തു. ഇനി ഡയറക്ഷനിലൂടെ ഞങ്ങൾ എന്റർടൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും വെല്ലുവിളിയായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് ഇനിയിപ്പം സംഭവിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും? വെല്ലുവിളിയൊന്നുമില്ല. കാരണം ഞാൻ ഈ മിമിക്രിയിലേക്ക് യാദൃശികമായിട്ട് വന്ന ആളാ. ഞാൻ ഇതുവരെ മിമിക്രിയിൽ അനുകരിക്കാത്ത നടന്മാരെ ശബ്ദം അനുകരിക്കാത്ത ഒരു മിമിക്രി കലാകാരനാണ് ഞാൻ സ്കിറ്റ് കളിച്ചു വന്നേക്കുന്നതാ. എനിക്ക് സ്കൂളുകളിലും പ്ലസ് ടു കലോത്സവം വന്ന ഡ്രാമ ഡയറക്ട് ചെയ്യലാണ് പഠിക്കുക. അമിച്ചർ നാടകങ്ങൾ പഠിപ്പിക്കലായിരുന്നു, ഡയറക്ഷൻ ആയിരുന്നു. അപ്പൊ എന്റെ ഉള്ളിൽ മുഴുവൻ അത് തന്നെ കിടക്കുന്നത്. ഒരുപാട് സന്തോഷം ചേട്ടൻ ഡയറക്ഷനിലോട്ട് വന്നു. അങ്ങനെ നമ്മളെ ഒരുപാട് സ്കിറ്റുകളിലൂടെ ഒക്കെ ഒരുപാട് എന്റർടൈൻ, സിനിമകളിലൂടെ എന്റർടൈൻ, അഭിനയത്തിലൂടെ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ സ്കിറ്റ് കളിക്കുമ്പോഴും സ്കിറ്റ് ഡയറക്ഷൻ ചെയ്യുമ്പോഴും ഒരു സിനിമ ചെയ്യണ പോലെ തന്നെ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ഒരു വലിയൊരു കഥ പറയുക. അതെ അതെ, ഇത്ര 2 മണിക്കൂർ സിനിമ ചെയ്യുന്ന പോലെ തന്നെ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും സിനിമ ചെയ്യുന്ന പോലെ തന്നെ ഭയങ്കര അത്ര പാടാണ്. അത് ലൈവും കൂടി. അതെ, ലൈവും കൂടെ. അപ്പം ചേട്ടാ, ഞാൻ ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോവാണ്. 2 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 2 ചോദ്യത്തിന് ചേട്ടൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പോൺസർ ആയിട്ടുള്ള ഇഞ്ചിയുടെ ഒരു ഡ്രിങ്ക് സമ്മാനമായിട്ട് തരുന്നതായിരിക്കും. 2 ചോദ്യങ്ങള് അറബിയായിട്ട് കമ്മ്യൂണിക്കേറ്റ്, ഇപ്പം നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ പോകുന്ന ടൈമിലൊക്കെ അറബി എന്തെങ്കിലുമൊക്കെ, ഇപ്പം ദുബായിലാണെന്ന് വിചാരിക്കുക ചേട്ടൻ, അങ്ങനെ എയർപോർട്ടിൽ പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വിഷയം എന്തെങ്കിലും ഇമിഗ്രേഷൻ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കട്ടെ, അറബിക്ക് കാട്ടറബി മാത്രമേ അറിയുള്ളൂ, നമുക്ക് പച്ച മലയാളം അറിയുള്ളൂ. ആ സമയത്ത് അറബി പറഞ്ഞ് ആ അറബീനെ വീഴ്ത്താൻ ചേട്ടൻ ആരെ വിളിക്കും? അറബിനെ വീഴ്ത്താനാണെങ്കിൽ വിളിക്കാൻ ഒരാളെ വിളിക്കേണ്ട കാര്യമില്ല. അവരുടെ മുമ്പിൽ ഒറ്റ തുമ്മൽ തുമ്മിയാൽ മതി. എങ്ങനെ? നമ്മൾ തുമ്മിയ ഒരു പോളം പറയും. എന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ള എന്നെ പിടിച്ചു നിർത്തിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ സംസാരിക്കും പിടുത്തം കിട്ടണല്ലോ ഒന്നും. അവസാനം എന്റെ ഭാഗ്യത്തെയാണ് അവർക്ക് ഇഷ്ടമല്ല. അത് ഒറ്റ തുമ്മൽ തുമ്മിയാൽ മതി, വിടും. അത്രേ ഉള്ളൂ. ഇനി ചേട്ടൻ ഇനിയിപ്പോ നാളെ ഒരു സമയത്ത് ചേട്ടൻ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവാനെ കൊണ്ട് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടൻ എന്തായിരിക്കും ആദ്യം നമ്മുടെ രാജ്യത്ത് വരുന്ന മാറ്റം? ആദ്യം രാജ്യത്ത് കൊണ്ടുവന്ന മാറ്റോ? ഈ മാറ്റം കൊണ്ടുവരേണ്ട കാര്യമില്ല, മാറരുത്. ഇങ്ങനെ തന്നെ പോയി അന്യം നിന്ന് പോണം. നമ്മൾ എവിടെ മാറ്റും, എന്ത് മാറ്റും? ഒരു കാര്യമായിട്ട് മാറ്റിയിട്ട് കാര്യമില്ല, പടെല്ലാം മാറ്റണം. ഞങ്ങളെയൊക്കെ വളർത്തിയിരുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ പറഞ്ഞ നമ്മുടെ അച്ഛനോ അമ്മയോ അങ്ങനെയൊന്നും അല്ല വളർത്തിയേക്കണത്. നമ്മൾ അന്തരീക്ഷമോ വളർത്തിയേക്കണത്. നമ്മളാ നല്ല കാറ്റ് വന്നും മാങ്ങ വീഴും, തേങ്ങ വീഴും, അതൊക്കെ തിന്നും കളിച്ചല്ലോ വരുന്നത്. ഇപ്പൊ നമ്മളെ വളർത്തണത് നമ്മളല്ല, പുറം കമ്പനികളാ. അന്തരീക്ഷമാണ് പിന്നെ അന്തരീക്ഷമാണ് നമ്മളെ വളർത്തേണ്ടത്. എന്താ ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറഞ്ഞൊന്നും അല്ല. മനസ്സിലായി. അതാണ് കാര്യം മാറിക്കഴിഞ്ഞാൽ സംഭവം എനിക്ക് മനസ്സിലായി, ചേട്ടന് മനസ്സിലായി എന്ന് നമുക്ക് വെക്കുന്നു. എന്നാണെങ്കിലും അകത്തോട്ട് പോയിട്ട് അടിപൊളി കുറെ പരിപാടികൾ ചെയ്യാനുണ്ട്. എന്നാണെങ്കിലും നമ്മുടെ 2 ചോദ്യങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇഞ്ചിയുടെ നമ്മുടെ സ്പോൺസറാണ് ഇഞ്ചി. അപ്പം ഇത് കുടിച്ച് റിഫ്രഷ് ആയിക്കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോവാം. എന്താണെങ്കിലും വരുന്ന പടത്തിന്റെ കാര്യം വൻ വിജയമായിട്ട് തീരട്ടെ തന്നെ ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാം പറഞ്ഞ പോലെ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാം നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എല്ലാരും കാണാൻ സാധിച്ചു, അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാരും കാണാൻ സാധിച്ചു. അതെ. ആക്ച്വലി ലിസൺ എ യൂണിക് സിഗ്നേച്ചർ ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സിഗ്നേച്ചർ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും നന്നായിരുന്നു, നല്ല പ്രോഗ്രാം ആയിരുന്നു. ഇനി മുന്നോട്ടുള്ള പ്രോഗ്രാംസ് ഇപ്പൊ നിധിയും ഭൂതവും എന്ന് പറഞ്ഞൊരു സിനിമ റിലീസായി. ഇനി ശുക്രനുണ്ട്, 11 ഉണ്ട്, ധ്യാന്റെ 1-2 സിനിമകളും കൂടെ റിലീസ് ആവാനുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഷോസ് കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ പോകുന്നു. നമ്മൾ ഈ ഒരു ഷോ ശശിക്ക് എത്രത്തോളം എന്റർടൈൻഡ് ആയോ, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് അത്രത്തോളം എന്റർടൈൻഡ് ആക്കാൻ സാധിച്ചോ? തീർച്ചയായിട്ടും നല്ല ഷോ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നന്നായിരുന്നു. എന്താ ഒരു സംശയം? വീണ്ടും ഞാൻ ചോദിക്കേണ്ട കാരണം മറ്റൊന്നുമല്ല, ശശി ഞങ്ങളെ ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ ടി വി ഷോസിലൂടെയും സിനിമകളിലൂടെയൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് ചേച്ചി. എന്റെ വീട്ടില് എല്ലാവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയെ. അപ്പൊ അങ്ങനെയുള്ളപ്പം ചേച്ചീന്റെ ആ ഒരു അത്രത്തോളം എന്റർടൈൻ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതൊന്ന് തരം വരുത്തുക എന്നുള്ളത് ഞങ്ങളത് ഉറപ്പ് വരുത്തണമല്ലോ. ആ രീതിയിൽ വേണ്ടി ചോദിച്ചെന്നുള്ള ഉറപ്പ് വരുത്തിക്കോ. നന്നായിരുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.